ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ ഗെയിമായി തിരികെയാണ് നമ്മൾ. മൈൻക്രാഫ്റ്റ് ബോറാണ് ഗൈസ്. കുറേ ആയിട്ട് കളിക്കും. മൈൻക്രാഫ്റ്റ് ബോറായി. ഇനി ഇതും വേറൊരു ഗെയിം വരുന്നുണ്ട്, അത് നമ്മൾ കളിക്കും. അയ്യോ പോകാം. സ്റ്റാൻഡ് റേസ്. ഇതെന്തോ ഓട്ടം റേസാണ്. അവനില്ലാത്തത് കൊണ്ട് ഇപ്പം ഞാൻ ഒറ്റയ്ക്കാം. അയ്യോ, അവനില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം ഒറ്റയ്ക്കാണ്. പിന്നെ ഒന്നുമില്ല. നമുക്കപ്പം കളിച്ചോളാം. അയ്യോ, റോട്ടിലൊക്കെ കോപ്പറേഷൻ ടാറിയു നോക്കൊന്നും വിഷയമല്ല. ഇങ്ങനെ ബ്രേക്കില്ല. എന്ത് ചെയ്യാൻ ഒച്ചയുണ്ട്. ഹോണ്ട് ബട്ടായി ഈശ്വര ചത്തു. പൊട്ടി ഭാഗ്യത്തിന് കിട്ടി എന്ന് വേണം പറയാൻ. ഇത് കൂടെ ആയിരിക്കുമെന്ന് കറക്റ്റായി കിട്ടി. ചെക്ക് പോയിന്റ് കിട്ടി. ആരോ കളിച്ചു. യെസ്, അതങ്ങനെ വീണ്ടും തൊളയുള്ള റോഡ്. അങ്ങനെക്ക് വിഷയമില്ല. യേസ്, ഇത് സിമ്പിളായിരുന്നു. യെസ്, യു ഗോട്ട് ടുഡേ റോഡ്സ്. ഓക്കെ, നെക്സ്റ്റ് കളിക്കാം. ഇനി വന്നൊരു 10 റേസ് കളിക്കണം. ഇത് 1ാമത്തെ റേസ്. യെസ്, റേസല്ലേ. അടുത്തത് അയ്യോ, എന്തോടെ കൊതുകുണ്ടോ? എന്തായാലും പ്രശ്നമില്ല. നാളെ അല്ലെങ്കിൽ മറ്റന്നോട്ട് ഇറ്റ്സ് മീ ഗുഡ് ഇതിലുണ്ടാവും. അമ്മേ, അതവിടെ പോയി കുടിക്കാനായിരിക്കും. ഞാൻ അവിടെ നോക്കിയില്ല. അടിയിലത്തെ പ്ലാറ്റ്ഫോം. അപ്പോൾ ഐഡിയ കിട്ടി. ഇപ്പോഴാണ് ഐഡിയ കിട്ടിയത്. ഇങ്ങോട്ട് ചെരിഞ്ഞ് ചാടി. ഇങ്ങനെ ട്രാപ്പ് വെച്ചിരിക്കുക. സെറ്റാക്കാൻ പോവില്ല. ബ്രേക്ക് എന്താ വർക്കാൻ വേണ്ടി കോപ്പ്. ഹാൻഡ് ബ്രേക്ക് ആണുമ്പോലും ഇതാണ് ഇതിനും നല്ലത്. ബാക്ക് ബ്രേക്ക് ബാക്കിലേക്ക് എടുക്കുന്ന ഈ സാധനമാണ് ഇതിനും നല്ലത്. കൊതു അത് കാണുന്നില്ല ഗൈസ്. ഇങ്ങോട്ട് പോവില്ല. പോണം. പോയി നമ്മൾ വണ്ടിയുടെ മുൻപ് അടിപൊളിയുണ്ട്. ഞാനൊരു പരീക്ഷ എഴുതിയിട്ട് പോന്ന് പിന്നിക്ക്. Patience is important. വീണില്ല. അതാ കമ്പി പിടിച്ചേക്കും. അപ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഭയങ്കര പിന്നോട്ട് പോയിട്ട് മാക്സിമം അയ്യോ, ഓക്കെ, മാക്സിമം പിന്നോട്ട് പോകും. മതി. സെറ്റായിരുന്നില്ല. സെറ്റായി. ഇതൊക്കെ ഈസി ലെവലാണല്ലോ. പക്ഷെ പാടി ചെറുതാ. പക്ഷെ ഇത്തിരി നേരം എടുക്കും. ഞാൻ 2 മിനിറ്റായി കളിക്കണേ. ബ്രേക്കൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ഇവർ തന്നിരിക്കണത്. മോശം തന്നെ. 3 ചെക്ക് പോയിന്റ് ഉണ്ട് ഇതിൽ. ഞാൻ ഒരെണ്ണം കാണുന്നുള്ളൂ. ഒരെണ്ണം നമ്മളെടുത്തു. നേരെ കാണുന്നത് ഒരെണ്ണം അതെടുത്ത്
ശരി 3 ഉണ്ട്. പക്ഷെ ഇത് ലോങ്ങല്ല ഞാൻ വിചാരിച്ചത്ര ഇല്ല. കുഴപ്പമില്ലേ, നമ്മൾക്ക് ഇതൊക്കെ പറ്റുള്ളൂ. ഇതിനൊക്കെ വലിയ ഇത് വേണമെങ്കിൽ വലിയ സെറ്റപ്പ് വേണം. money. Money is more important. കുറെ നേരയില് അവിടെ എന്താ സ്പീഡ് ബ്രേക്കർ ഉണ്ട്, സ്പീഡ് ഇൻക്രീസർ ഉണ്ട്. വി ഷുഡ് ഗോ സ്ലോലി. അപ്പം കയറില്ല. അങ്ങനെ മാക്സിമം മുന്നോട്ട് പോയിട്ട് അങ്ങനെയല്ല നേരത്തെ നമുക്ക് കിട്ടിയ അതിന്. അയ്യോ, ചെക്ക് പോയിന്റ് കിട്ടിയില്ലടോ. അവിടെ എത്തി കഴിഞ്ഞാൽ വണ്ടിക്ക് ബാലൻസ് ഉണ്ടാവില്ലേ. അടിപൊളി. അങ്ങനെ സാധനം കിട്ടാറില്ലെങ്കിൽ എന്നാലും പക്ഷെ എന്തെങ്കിലുമൊക്കെ കിട്ടി. കിട്ടിയില്ല എനിക്ക് തോന്നുന്നു. അങ്ങനെ ചാടിക്കാൻ സമ്മതിക്കില്ല. നേരെ തന്നെ ചാടണം. എന്നിട്ട് ഞാൻ ഉപയോഗിച്ച വഴി തന്നെ ചെയ്യും. പക്ഷെ ഇതൊരാളും കൂടി ഉണ്ടെങ്കിൽ ഇത്തിരി രസം. അല്ലാണ്ട് ഒരു കാര്യമില്ല. ഓടോ ഞാൻ വിചാരിച്ചത് കിട്ടിയില്ല. അടുത്തത് ഞാൻ വിചാരിച്ച് പോയെന്ന്. മോളിലത്തെ സാധനം ടീച്ചറിന്നല്ലേ ഇതിപ്പോൾ കഴിയേണ്ടതെന്നറിയൂ. നേരെ പോയി. കൊതുക് എന്തായാലും റേഡിയൻ പോയി. ഇതിനിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഇത് കൊടുക്കാം. നമ്മൾ വീണ്ടും എത്തി. നേരത്തെ അവിടെയാണ് പോയി വീഴണത്. മതി അധികം പിന്നോട്ട് കൊണ്ട് ഇവിടെ ഏം ചെയ്തിട്ട് ഇങ്ങനെ പിന്നോട്ട് പോയിട്ട് കുതിച്ചാട്ടം ചോടും. അയ്യോ, ടൈം 5 മിനിറ്റ്. 5 മിനിറ്റ് അല്ലേ? 5 മിനിറ്റ് 39 സെക്കൻഡ് 802 മില്ലി സെക്കൻഡ്. അത്ര തോന്നുന്നു 5 മണിക്കൂറൊന്നായിട്ടില്ല എന്തായാലും. അതെ അറിയാം. അടുത്ത് വരട്ടെ. എനിക്ക് തോന്നുന്നത് അടുത്ത് ഇതിന് വലുതായിരിക്കുന്ന. ഇപ്പോൾ 2ാമത്തെ റേസ്. ഇന്ന് 5 റേസ് നടക്കുള്ളൂ. വീഡിയോ കുറേ ലാങ്ങാവും. കുറേ ലാങ്ങായി പോറും. സന്തോഷം. അങ്ങനെ ഇരുന്ന് ഞാൻ വിചാരിച്ച അതിന് ഓവർകം ചെയ്യണത് അല്ല. ഇങ്ങനെ ഒരുമാതിരി ആളെ പറ്റിക്കണ സാധനം. പറ്റിപ്പ് തരികയുടെ സാധനമാണ്. പറ്റിപ്പ് തരികയുടെ സാധനം. കറുത്തില്ല. ഇങ്ങോട്ട് പ്ലാറ്റ്ഫോം ഉണ്ടാവുമോ? ചെറിയൊരു പ്ലാറ്റ്ഫോം ഇങ്ങോട്ട് തിരിയാനുണ്ടല്ലേ. പക്ഷേ അത്രയോട് വലുതാക്കാഞ്ഞു. ചെറിയ പ്ലാറ്റ്ഫോം 3 കട്ടയുള്ളൂ. 4 കട്ടയാക്കിയ എല്ലാവർക്കും ഉപകാരമായിരുന്നു. കയറട്ടെ. വണ്ടിക്ക് കയറാൻ പവറൊന്നും ഇല്ലാത്ത വണ്ടിയാണോ വന്നിരിക്കുന്നത്? എന്തിരോട്ടെ. അയ്യോ, ബ്രേക്ക് പിടിക്കുന്നുണ്ട്. പക്ഷെ അത് പോകണ്ടേ.
ശരി, പ്രാവശ്യം ഒന്ന് ശരിയാണ്. കർത്താവേ കർത്താവേ കർത്താവേ, അയ്യോ അയ്യോ ദൈവമേ കർത്താവേ, ശരിയാ ദൈവമേ. പോട്ടെ, ദൈവം കാത്തു. ഞാൻ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ അമർത്തുന്നുണ്ട്. അവർക്ക് അയ്യോ അത്രയും പോകണ്ട, അത്രയും പോകണ്ട. അയ്യോ 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 ഫ്രണ്ട് അമർത്തിയിട്ട് എന്താടാ വാക്ക് പോണേ. സ്പോണിലെത്തി. യെസ് 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 യെസ്. ഇതെന്താ റിവേഴ്സ്? യെസ്, ആ കഷ്ടം. ഈ ഒരു സാധനമാണ്, അത് പ്രശ്നമില്ല. ബ്രേക്ക് പിടിച്ചില്ല, ചെറിയ ചെറിയ മിസ്റ്റേക്കാണ്. ചെക്ക് പോയിന്റ് സ്ഥിരം ഇതാണ് ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കും. ഇതങ്ങനെയാണ്, ചില നേരത്തെ ഒരു സാധനങ്ങൾ കിടക്കണമെങ്കിൽ ഇങ്ങനെ 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 കുറെ കഷ്ടപ്പെട്ട് വരും. കുറെ നേരമായി. പോട്ടെ. അയ്യോ എന്തിനിപ്പോൾ ഇത്രയും നേരം പിടിക്കണേ? ഇങ്ങനെ ഇടാക്ക. യെസ്, ആവർത്തിച്ച മിസ്റ്റേക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രേക്ക് പിടിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്നു. റീസൈക്കിളായിട്ട് ഭയങ്കര സ്പീഡ് കൊണ്ട് ബ്രേക്ക് പിടിക്ക് തിരികെ പതിയെ അങ്ങനെ പതിയെ കയറി. എൻ്റെ അമ്മ കയറിയില്ല. അയ്യോ വീണു. കുറേ നേരമായത്. ഇതുകൊണ്ട് മൂന്നാമത്തെ റേസാണ് നമ്മൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതോ രണ്ടാമത്തെ? വാട്ട് ഈസ് ദിസ് ഹാപ്പനിങ്? ഐഡിയ. ഓക്കെ 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 കേർ. അയ്യോ കേറില്ല. കാറിന് പവറില്ല. അന്ന് പവറുള്ള കാർ എടുത്താലോ തുറച്ചും. വലിയ ബ്രേക്കും ഇല്ലാത്തൊരു കാറും തോന്നുന്നുണ്ട്. ബെല്ലുണ്ട് കേട്ടോ. ബെല്ലിന് ഞാൻ കുറ്റം പറയണില്ല. പാവം ബെല്ലി ഉപയോഗിക്കണില്ലാന്ന് ബെല്ലി പറയുക തന്നെ. കാരണം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഹെഡ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഹെഡ് ലൈറ്റിൻ്റെ ആവശ്യമേ ഇല്ല ഇവിടെ. ഇവിടെ ലൈറ്റിൻ്റെ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. വെറുതെ ഓണാക്കി ഇടുന്നത് എന്തിനാണ്? രണ്ടാമത്തെ ചെക്ക് പോയിന്റ് ഞാൻ വിചാരിച്ചു. അതിന് ചെറിയൊരു വളവുണ്ട്. നമ്മൾ കണ്ടുകൂട്ടി ഇങ്ങനെ പോകണം. യെസ്, വീണ്ടും പോയി. Yes. Get it. Yes. Yeah. അയ്യോ വല്ലാണ്ട് പോയി. നമ്മൾക്കങ്ങനെ പ്രൊന്നല്ല. ന്യൂബ് നമ്മൾക്ക് ന്യൂബ്.
യെസ്. എന്നോട് എന്തിട്ട് എഴുതിയ ഗിവ് യുവർ കാർ എ റോബോട്ട് എന്തോ ഗിവ് യുവർ കാർ വരെ എനിക്ക് മനസ്സിലായല്ലോ. എൻ്റെ അപ്പുറത്തേക്ക് വായിക്കുമ്പോഴേക്കും കാർ പോയി ചെക്ക് പോയിന്റിൽ ഇടിച്ച് ജയിച്ചു, കളി ജയിച്ചു. എന്നാലും എന്തായിരിക്കും അടുത്തത് നമുക്ക് ഇതിൽ നോക്കാം. വോൾ റൈഡ് അടിപൊളി. വോൾ റൈഡ് അല്ല, സ്പീഡ് ബൂസ്റ്റർ ആ പച്ച സാധനം കണ്ട അതാണ് സ്പീഡ് ബൂസ്റ്റർ. അറിയാമെങ്കിലും ഒന്നുകൂടിയും പറഞ്ഞു. വോൾ റൈഡ് ചെയ്ത് തന്നെ കയറേണ്ടി വരും. അങ്ങനെ പോലി ആളിലെളുപ്പം. അങ്ങനെയല്ല, ഗോഡിറ്റ് എന്നുവെച്ചാൽ ഇങ്ങനെ പോയിട്ട് റൈറ്റ് ലെഫ്റ്റ് എടുക്കണോ റൈറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഈ വഴി എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒറ്റടിക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ, ഒരു റൗണ്ട് എടുത്തിട്ട് നമ്മൾ കയറണം. ഓക്കെ, ഇവിടെ കാറിന് പവറൊന്നും ഇല്ല, മോശം. ഓടോ, അതന്നെ യെസ്. ഇത് കാറിന് പവറില്ല, അതിന് വേണ്ടിയിട്ടാണ് അവർ ഇത് വെച്ചത്. അടിപൊളി. ഏതായാലും റിവൈവ് ചെയ്യൂ. അങ്ങനെ അങ്ങനെയല്ല, തിരിക്കണം. ഓ, ഒരു വല്ലാത്ത തിരി. നമ്മളതിൽ കൂടെ തന്നെ കൊണ്ടുപോകേണ്ടി വരുന്നേ. ആക്സിലേറ്റർ പിടിച്ചില്ല. അവിടെ അങ്ങനെ പോയില്ലടാ, ഇതിൽ കൂടെ തന്നെ പോകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരും. ബാക്കിലേക്ക് പോകുമ്പോൾ ബൂസ്റ്റർ വർക്കാവില്ല. ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ ഇട്ട് കണ്ടു. ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ സിമ്പിളാണ്. ഇതെങ്ങനെയാടാ? ഒന്നില്ലെങ്കിൽ മുകളിൽ കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇതുവഴി കൊണ്ടുപോകണം. ഇപ്പം എനിക്ക് ഇങ്ങനെ മുകളിൽ കൂടെ അങ്ങനെ തന്നെ എങ്ങനെയോ എത്തി. ഇപ്പം എങ്ങനെ എത്തിയെന്ന് അറിയാം. വോൾ റൈഡ് കൂടെ കയറിയിട്ട് ഇങ്ങനെ തിരിയാം. വോൾ റൈഡ് ഇല്ല ശരിക്കും ഇതിൽ, എന്നാലും എനിക്ക് അങ്ങനെ പറയണം. ഓ, ഇങ്ങോട്ട് തിരികെ, അങ്ങോട്ടല്ല, എന്നിട്ട് ഇങ്ങോട്ടാ. യെസ് ഓഫ് കോഴ്സ്, യെസ് യു ആർ കറക്റ്റ്. ഇനി ഓൾറെഡി ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് ഇറക്കിയിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് ഇതിൽ കറക്റ്റ് ഇറങ്ങി ശരിയായില്ല എന്ന് വെച്ചാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് ഇങ്ങനെ പോകാം. അപ്പോൾ ഒരിത്തിരി വരും, അതും ചെയ്തിട്ട് ഒത്തിരി ബസ്സിന് അങ്ങനെ പോയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പം ഇങ്ങനെ പോയാൽ കളിക്കാൻ പറ്റുക അവിടെ എത്തിയില്ല. പക്ഷെ അതെങ്ങനെയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എളുപ്പമായിട്ട് അങ്ങോട്ട് എത്തിയതും എനിക്ക് ഓർമ്മയുള്ളൂ. ഇതേ നിൽക്കുന്നത് ഓഫ് കോഴ്സ് റൈറ്റ്, ഓഫ് കോഴ്സ് യെസ്. കഷ്ടം. ഓ മൈ ഗുഡ്നെസ്. ആഹാ, നല്ല മോഡലിൽ കറക്കാം. നമ്മളിവിടെ കാറിന് വീഴ്ചകൾ എന്തൊക്കെ ഉണ്ടാവും, ഡ്രൈവറിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക.
ഭാഗ്യം 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 ഭാഗ്യം. അയ്യോ അങ്ങനെ വീഴല്ലേ. എൻ്റെ അമ്മേ, ഇതൊന്നും ഇല്ല കിടക്കാതെ ഇവിടെ കൂട്ടുവണ്ടി നമ്പറൊന്നും വെച്ചിട്ടില്ല. കേക്കെടുക്കുന്ന വീണു. ഞാൻ നേരത്തെ റെസ്പോണ്ട് ചെയ്തെന്ന് വിളിച്ചതാണ്. പോയി ഇതെന്താ നേരത്തെ നേക്ക് കിട്ടുന്നില്ലല്ലോ. ട്രക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. 5 മിനിറ്റിന് കൂടുതലായി. നമ്മുടെ റെക്കോർഡ് കിട്ടി. റെക്കോർഡ് തകർന്നു. നമ്മുടെ റെക്കോർഡ് നമ്മളിങ്ങനെ തകർത്തു. നമ്മൾ തകർക്കല്ല. ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ് ഗാഡ് ഗാഡ്. പൊട്ടേ പൊട്ടേ പൊട്ടേ. This is not gonna be happening. Boring. എൻ്റെ പൊന്നു ദൈവമേ, ഈ റൈസ് ഇതൊന്നും നടക്കണില്ല. നമ്മൾ വീണ്ടും വേണം. വലിയ കഷ്ടായി. ഇങ്ങനെ നടന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലെങ്ത് കൂടില്ല. നമുക്ക് ഈ റൈസോട് കൂടി നിർത്തേണ്ടി വരും. കോപ്പ് ഓടാ. അത്ര സ്പീഡ് വേണ്ട. അങ്ങനെ കുറച്ചുകൂടി പോ. ഇതിൽ യഥാർത്ഥ സ്റ്റാൻഡ് റൈസ് ആയതുകൊണ്ട് സൈഡിൽ കൂടെ പോകാൻ പറ്റണല്ലേ. അല്ലെങ്കിൽ അവിടെ എത്തിയെങ്കിൽ നമ്മൾ വീഴാൻ പോയി സൈഡ് പിടിച്ച് റേസ് ചെയ്ത് പോകാൻ. കഴിവാണ്. കഴിവുണ്ടെങ്കിൽ അത് പോവാം. എളുപ്പമായിട്ട് പോകാം. എന്ത് ചെയ്യാനാ, ഇതിലങ്ങനെ ഒരു കാര്യം എനിക്കില്ല. ഞാൻ അത്രയും പ്രോ അല്ല. ഇതിന് നിങ്ങളെ റെസ്പോണ്ട് ഞാൻ തന്നെ സ്പീഡ് ബൂസ്റ്റർ വെച്ചാണെങ്കിൽ ഇഷ്ടപ്പെടുന്നത്. എന്തൊറ്റാടാ ബോറായി തുടങ്ങിയോ. എനിക്ക് പ്രാണമാണ്. ഇത് പക്ഷേ ഞാൻ നിർത്തി. അടുത്ത ലെവലൊന്നും ഞാൻ നോക്കില്ല. ഓ മൈ ഗാഡ്. പക്ഷേ ഇത് കടന്നിട്ട് നമുക്ക് കാണാം. ഫൈനലി കുറേ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം കടന്നു. ദൈവമേ, കുറച്ച് ഭാഗം വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടി വരും. കുറച്ച് ഞങ്ങൾ കാണില്ല.
അല്ലേ വീഡിയോയ്ക്ക് കുറേ ലെങ്ത് തോന്നും. മൂന്നാമത്തെ റീസൺ ഒരു എണ്ണൂടി കളിച്ചിട്ട് നമ്മൾ നാലാമത്തെ റീസൺ 4 3 കളിച്ചിട്ട് മതി. അയ്യോ ഫോൺ ചൂടായി. അടിപൊളി ലാസ്റ്റത്തെ റേസൊക്കെ പറഞ്ഞ അവിടത്തില്ല എപ്പോഴെങ്കിലും ഞാൻ വന്നു. യെസ് ഇങ്ങനെ ഓക്കെ സിമ്പിൾ. ഇതെന്താ ഇതൊക്കെ സിമ്പിൾ ഏതാ, പക്ഷെ ഇത് ഇത്തിരി ഹാർഡല്ല, സിമ്പിളാണ്. ഇത് ഇത്തിരി സിമ്പിളാണ്. ഇത് ഇത്തിരി സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞു, ഭയങ്കര സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞില്ല. സ്പീഡ് പാടില്ല. ലാ 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 ലാ. You can. അത്രയുള്ളൂ അതൊക്കെ അത്രയുള്ളൂ. അല്ലാണ്ട് റേസാവല്ലേ, വണ്ടി റേസാവല്ലേ ഒരുമാതിരി. അയ്യോ ഞാൻ ചട്ടി ക്ലിക്ക് ചെയ്തു. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പവർ വരട്ടെ. ശരി ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ലൈക്ക് ബട്ടണാന്ന് വെച്ചാൽ ഇത് ലൈക്ക് ബട്ടണാണെങ്കിൽ ഇതിങ്ങനെ അടിച്ച് അങ്ങനെ അടിച്ചടിച്ച് പൊട്ടിക്കുക. മനസ്സിലായി? എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇടിച്ചടിച്ചാലും പൊട്ടിച്ചാൽ മതി, വേറെ ആവശ്യമൊന്നുമില്ല. പൊട്ടിച്ചാൽ മതി. ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ അടിച്ച് പൊട്ടിക്കുക. മനസ്സിലായി? അടിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ അടിച്ച് പൊട്ടിക്കുക. ഞാൻ പെട്ടുകൂടാ. അതിനിഷ്ടമായില്ലേ ഞാൻ അടിച്ച് പൊട്ടിച്ചത്. സോറി പറഞ്ഞപ്പോൾ ഇനി എന്നെ പെടുത്തിരിക്കുക. അതുകൊണ്ട് ഞാൻ ജയിപ്പിക്കണം. ഓക്കെ അമ്മയെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് തോൽപ്പിച്ചടാ ദുഷ്ടൻ. ഈശ്വര ദൈവമേ. വീണ് ഹോൾഡ് ബട്ടൺ ടു റെസ്പോണ്ട്. ഓക്കെ. ഇതിപ്പോൾ കളിയുടെ തുടക്കത്തിൽ പറയേണ്ട സാധനം ഇപ്പോൾ ആണ് പറയണത്. ചെയ്തേക്കാം. ചിലപ്പോഴേ ഞാൻ വീണ് അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാണ്ടായതുകൊണ്ടേ സ്വയം റെസ്പോണ്ട് ചെയ്താണെന്ന് പറയണതായിരിക്കും. ഇപ്പം അങ്ങനെ പറയുന്നതാണ്, അറിയില്ല. ഞങ്ങളുടെ റെസ്പോണ്ട് ചെയ്തോ, ഞങ്ങളെയൊന്നും വിളിക്കണ്ട. ഇല്ല പിന്നെ ഇങ്ങനെ കുറേ നീ അവിടെ കിടന്ന് ഇങ്ങനെ വീണു. ഇപ്പോൾ ഇങ്ങോട്ട് വീണു എന്നിട്ട് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യും. ഇല്ലാത്ത കഷ്ടം. അപ്പോൾ അത് വീണ്ടും അവിടെ തന്നെ വീഴും. ഇതിൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ വീഴണേ. ഇതിന് എത്ര മണിക്കൂർ എടുക്കാം? 13 മിനിറ്റായി. അയ്യാ വെയിറ്റ് അവർ ഓൾഡ് ബട്ടൺ ടു റെസ്പോണ്ടൊക്കെ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല, നിങ്ങൾ ചെയ്തോ. ഞങ്ങൾ ഈ കമൻറ്റ് റിപ്പീറ്റേഷൻ അയച്ചുകൊണ്ട് പോകും. വീണു. അവർ റെസ്പോണ്ട് ചെയ്ത് നോക്കട്ടെ. റെസ്പോണ്ട് ചെയ്യും. നമ്മൾ റെസ്പോണ്ട് ചെയ്യില്ല എന്ന് കണ്ട അവർ റെസ്പോണ്ട് ചെയ്യും. ഇതിങ്ങനെ തിരിഞ്ഞ് അയ്യോ ഒരുമാതിരി ഷോർട്ടായിപ്പോയി. ഓ മൈ ഗോഡ്, ഇറ്റ്സ് അനോയിങ്. നിങ്ങളുടെ കൂട്ടത്തിൽ മ്യൂസിക് ഇഷ്ടമുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. മ്യൂസിക് എത്ര പേരുണ്ടെന്ന് നമുക്ക് നോക്കാം. മ്യൂസിക് ഇഷ്ടമുള്ള ആൾക്കാർ. അയ്യോ എനിക്കിഷ്ടാട്ടോ.
എത്ര പേര് നമുക്ക് മ്യൂസിക് ഇഷ്ടമുണ്ടെന്ന് നോക്കാം. വരില്ലേ. ഒയ്യോ 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 ചത്തു ഗൈസ്. ഞാൻ മടുത്തു ഗൈസ്. ഞാൻ സ്വയം ലെവലായിരിക്കും കൂടുതൽ നിങ്ങൾ കാണാൻ പോകുന്നത്. എൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും ഗൈസ്. എൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. ഇത് കുറേ ലോങ്ങായി വീഡിയോ. എൻ്റെ പാർട്ട് 2 ഇടാം. സെയിം റീസ് തന്നെ നാളെ വരും.